ഹായ് ഹലോ ഗെയ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ബ്രാഹ്മണ സേവാ സംഘം ഒരു ബൈക്ക് റൈഡ് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഇലവീഴ പൂഞ്ചിറയിലേക്കുള്ള യാത്രയിലാണ്. ബൈക്ക് റൈഡാണ്. ഒത്തിരി ഇഷ്ടമാണ് എനിക്കിങ്ങനെ വണ്ടിയിലിങ്ങനെ സ്കൂട്ടറിലിങ്ങനെ ഓടിച്ചു പോകാൻ. ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോവുകയാണ് നമ്മുടെ ഇലവീഴ പൂഞ്ചിറയിലേക്ക്. ആദ്യമൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക, റോഡും ഇതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. അങ്ങനെ ആ ഒരു കാറ്റും ഒക്കെ ആസ്വദിച്ച് പോകാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു ഭംഗിയൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് നമുക്ക് ഇലവീഴ പൂഞ്ചിറയിലേക്ക് യാത്ര തുടരാം. മരങ്ങൾ പാട്ടുപാടുന്ന കാറ്റ്, പുഴപാടി ഒഴുകുന്ന സ്വപ്നം, മധുരമേന്തിയ പൂവിൻ നാളുകൾ, പ്രകൃതി പകൽ വിടരുന്നു, പുള്ളിക്കിളികളും പറന്നു പോക്കൾ, പാറകൾ പുഞ്ചിരിയടഞ്ഞു, പാതിരാവിൻ മഞ്ഞു തുള്ളി, പാതയോരത്തെ പ്രണയ സ്വപ്നം പുളിനത്തിലിന്ന് പൂക്കുന്ന. അപ്പം ഞങ്ങളവിടെ എത്തി. പിന്നെ ബാക്കിയുള്ളവരൊക്കെ വെയിറ്റ് ചെയ്യുമായിരുന്നു എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് എല്ലാവരുമായിട്ടുള്ളൊരു വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു. മരങ്ങൾ പാട്ടുപാടുന്ന കാറ്റ്, പുഴപാടി ഒഴുകുന്ന സ്വപ്നം, മധുരമേന്തിയ പൂവിൻ നാളുകൾ, പ്രകൃതി പകൽ വിടരുന്നു, പുള്ളിക്കിളികളും പറന്നു പോക്കൾ, പാറകൾ പുഞ്ചിരിയടഞ്ഞു, പാതിരാവിൻ മഞ്ഞു തുള്ളി, പാതയോരത്തെ പ്രണയ സ്വപ്നം പുളിനത്തിലിന്നു പൂക്കുന്ന. പുഷ്പങ്ങളിൽ സ്നേഹമൊളിഞ്ഞു, മഴയുടെ ശബ്ദം കേട്ടു, മനസ്സിന്റെ നിൽക്കുന്ന പ്രണയ. മനസ്സിന്റെ നിൽക്കുന്ന പ്രണയ. അങ്ങനെ ഞങ്ങൾ ഇലവീഴ പൂഞ്ചിറയുടെ അവിടെ ആ ഭാഗത്തെത്തി. ഞങ്ങളെല്ലാവരും എത്തിയിട്ട് ഒരുമിച്ച് അങ്ങനെ നടന്നു പോകാനാണ് പ്ലാൻ. അതിന് വിചാരിച്ചു എല്ലാവരോടും ചോദിച്ചു ജീപ്പിൽ പോകണമെന്ന്. പക്ഷേ ഞങ്ങൾക്കിങ്ങനെ നടന്ന് ആസ്വദിച്ച് ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരുമായിട്ട്. അത് രസമല്ലേ അല്ലേ, എല്ലാവരുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ആസ്വദിച്ച്. ഇന്നത്തെ കാലത്ത് ലഭിക്കാത്തൊരു കാര്യമല്ലേ ഫോൺ യൂസ് ചെയ്യാണ്ട്, അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ട് പല രീതിയിലുള്ള സംസാരം, പല യാത്രകളുടെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു യാത്ര. എനിക്കിങ്ങനെയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരുമായിട്ടൊരു യാത്രയൊക്കെ ഇങ്ങനെ പോകാൻ ഇഷ്ടമാണ്. പല കാര്യങ്ങളും സംസാരിച്ച് നമ്മുടെ പ്രകൃതിതരമായിട്ടുള്ള കാര്യങ്ങളും അല്ലാണ്ടുള്ള പല പല ട്രിപ്പുകളിലൊക്കെ പോയിട്ട് അവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസൊക്കെ കേട്ടുകൊണ്ടൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഭയങ്കര ഒരു സന്തോഷത്തിൽ തന്നെയാണ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കാഴ്ചകളൊക്കെ കണ്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും പോവാണ്. ഇച്ചിരി ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും അറിഞ്ഞില്ല. എല്ലാവരും കൂടിയുള്ള ഒരു വർത്തമാനത്തിൽ അതിനൊരു ക്ഷീണം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളത് അമ്മ ഒട്ടും വയ്യാത്ത അമ്മ പോലെ കയറി. എനിക്ക് മുട്ടിനൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും പക്ഷെ അമ്മ അതൊക്കെ വേണ്ടാന്ന് വെച്ച് അമ്മ കയറി വന്നു. ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ജീപ്പൊക്കെ വരുന്നുണ്ട്.
അപ്പം നമ്മൾ വഴിയൊക്കെ മാറിക്കൊടുത്തു. അപ്പം വീണ്ടും ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല തണുത്ത കാറ്റും. വെയിലാണെങ്കിലും നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളത് ആ പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. ഇത് രസമായിരുന്നറിയാവോ, തണുത്ത കാറ്റും. ആഹാ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അവിടെ കുറച്ച് നേരം ഇരുന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഓരോരുത്തരുടെ എക്സ്പീരിയൻസൊക്കെ പറഞ്ഞ്, പിന്നെ താഴെ കാണുന്ന ഓരോ സ്ഥലങ്ങളൊക്കെ നോക്കി ഇതേത് ഭാഗം അതേത് ഭാഗമെന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു കേസ് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുമ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ കുറച്ച് നേരം ഇരുന്ന് ഇതാകുമ്പോഴെങ്കിൽ നമ്മുടെ കാലിന് ചെറിയൊരു എന്താ പറയുക, ഒരു വിറയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അവിടെ അങ്ങനെ കുറേ നേരം ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ ആസ്വദിച്ചൊക്കെ ഇരുന്നുകൊണ്ട് അത്രയൊന്നും അറിഞ്ഞില്ല കേട്ടോ. പക്ഷെ ഇറങ്ങിയപ്പോഴത്തേക്കും വേഗം ഇറങ്ങി. ഇതൊക്കെ ഏടത്തിമാരാട്ടോ, ഭയങ്കര റോക്കിങ് ഏടത്തീസാണ്. അങ്ങനെ ഇതാ മനോഹരമായിട്ടുള്ള ഫോട്ടോസും ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. എന്നെപ്പോലെ തന്നെ ഫോട്ടോമാനിയൊക്കെ ഉള്ളവരാണ് എല്ലാവരും. അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു ഈ ഒരു ബ്രാഹ്മണ സേവാ സംഘത്തിൻ്റെ ആ ഒരു ഫാമിലിയിൽ കൂടി ചേർന്ന് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു സന്തോഷം തന്നെയായിരുന്നു. എല്ലാവരായിട്ട് പോകുമ്പോൾ അതൊരു രസം തന്നെയാണ് അല്ലേ. ഓരോരുത്തരും ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതാണ് ഇലവീഴ പുഞ്ചിറയുടെ വിശേഷങ്ങൾ. ഇലവീഴ പുഞ്ചിറയ്ക്ക് വേറൊരു ഐതിഹ്യം കൂടി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് അതിൽ കൂടി പോകുമ്പോൾ മലകളൊക്കെ കാണാൻ പറ്റും. കടയന്നൂർ മല, താന്നിപ്പാറ എന്നീ മലനിരകൾക്കിടയിലാണ് ഇങ്ങനെ നമ്മൾ പോണത്. നല്ല രസമാണ്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 3200 അടി ഉയരത്തിലാണ് ഈ പ്രദേശം നിലനിൽക്കുന്നതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇനി ഇതിൻ്റെ സമീപത്തായിട്ട് ഒരു എന്താ പറയുക, ആകർഷണമായിട്ടുള്ള ഇല്ലിക്കൽ കല്ലൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. നമുക്കതൊക്കെ കാണാൻ പറ്റും കേട്ടോ. അതുപോലെ ആ കാറ്റിലൊക്കെ ഇങ്ങനെ ആടുമ്പോൾ നല്ല രസമാണ് അങ്ങനെ. പിന്നെ വേറൊരു ഐതിഹ്യം കൂടിയുണ്ട്, നമ്മുടെ മഹാഭാരത കഥയായിട്ട് ബന്ധപ്പെട്ടതാണ്. പാണ്ഡവരുടെ വനവാസ കാലത്ത് അവർ ഈ സ്ഥലത്ത് വസിച്ചതായി പറയപ്പെടുന്നു. അതുപോലെ ഭീമസേന പാഞ്ചാലിക്കായിട്ട് നിർമ്മിച്ച ഒരു കുളം ഇന്ന് ചിറ, അല്ലെങ്കിൽ ചിറയെന്നും പറയാം. അപ്പോൾ ഇത് നമുക്കവിടെ സമീപത്തായിട്ട് കാണാം. അവിടെ അതിൽ ഇല വീഴില്ല, അതുകൊണ്ടാണ് ഇലവീഴ എന്ന് വിശ്വസിക്കുന്ന ചിറയിൽ കാലക്രമത്തിൽ ഇലവീഴ പുഞ്ചിറ എന്ന പേര് വന്നത്. അപ്പോൾ ഇതിനൊക്കെ കുറിച്ച് എനിക്ക് ഇത്രയൊക്കെ അറിയത്തുള്ളൂ കേട്ടോ. കൂടുതൽ നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റിൽ ഇടുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ഓക്കെ, സീ യു.